The Real FM 103.6. ശ്രദ്ധ. വിദ്യാർത്ഥികളുടെ സ്കൂൾ ബാഗിന്റെ ഭാരം അവരുടെ ശരീരഭാരത്തിന്റെ 10% കൂടരുത് എന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു പ്രധാന നിർദ്ദേശമാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര, സംസ്ഥാന സർക്കാരുകൾ നിരവധി തവണ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടും എടുത്താൽ പൊങ്ങാത്ത ഭാരമുള്ള സ്കൂൾ ബാഗുകളുമായാണ് ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾ പക്ഷേ സ്കൂളുകളിലേക്ക് എല്ലാ ദിവസവും തിരക്കിട്ട് ഓടുന്നത്. ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ്. ദിവസങ്ങൾക്കു മുൻപ് വിഷൻ 2031 ഭാഗമായി സർക്കാർ സംഘടിപ്പിച്ച പൊതുവിദ്യാഭ്യാസ സെമിനാറിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. കൂടാതെ 2031 ആകുമ്പോഴേക്കും എല്ലാ വിദ്യാർത്ഥികളും ഏതെങ്കിലും ഒരു കായിക ഇനത്തിൽ പരിശീലനം നേടാനുള്ള സംവിധാനമൊരുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ഈ സെമിനാറിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഈ വിഷയങ്ങളിൽ ശ്രദ്ധ ഇന്ന് പ്രതികരണങ്ങൾ തേടുന്നു. ആദ്യം SCERT ഡയറക്ടർ ഡോക്ടർ RK ജയപ്രകാശിന്റെ വാക്കുകളിലേക്ക്. പൊതുവിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിന് വേണ്ടി വിഷൻ 2031 എന്ന് പേരിട്ട ഒരു സെമിനാർ തിരുവനന്തപുരത്ത് നടക്കുകയുണ്ടായി. പല വിഷയങ്ങളും ഈ സെമിനാറിന്റെ ഭാഗമായി ഉയർന്നു വന്നു. പൊതുവായി നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് സെമിനാറിലുടനീളം ഉയർന്നു വന്നത്. അതിൽ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ അധ്യാപകരുടെ പ്രൊഫഷണൽ വികാസം, പ്രൊഫഷണലിസം ഇൻ അവർ ടീച്ചേഴ്സ്, ആ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ ഉയർന്നു വന്നു. അതോടൊപ്പം തന്നെ ഉയർന്നു വന്ന ചില ചർച്ചകൾ നമ്മുടെ പുസ്തകങ്ങളുടെ അല്ലെങ്കിൽ ബാഗിന്റെ ഭാരം വർദ്ധിക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ചുമായിരുന്നു. നമ്മുടെ കുട്ടികൾ ഇത്രമാത്രം ഭാരം ചുമന്ന് സ്കൂളിൽ പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ തന്നെ NCERT പോലുള്ള സ്ഥാപനങ്ങൾ ഇതിനകം തന്നെ വിശദമായ പഠനങ്ങൾ നടത്തി എല്ലാ സംസ്ഥാന SCERT-കൾക്കും ഒരു നിർദ്ദേശം പോലെ കത്തെഴുതിയിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ 10 ബാഗ്ലെസ് ഡേയ്സ് എന്നുള്ള ഒരു ക്രിയാത്മകമായ നിർദ്ദേശം ഈ രാജ്യത്ത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കണമെന്നുള്ള നിർദ്ദേശം വച്ചത്. ഈ നിർദ്ദേശം വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ കേരളത്തിൽ ഇത്തരം നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ 3 ഭാഗങ്ങളിലായി പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഇപ്പോൾ നടന്ന പാഠ്യപദ്ധതി പരിഷ്കരണ വേളയിലും ഈ കാര്യം വിശദമായി ചർച്ച ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പാഠപുസ്തകങ്ങളുടെ വലിപ്പം കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേവലമായ അർത്ഥത്തിൽ ഭാരം കുറയുക എന്ന് മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ കണ്ടന്റ് ലോഡ് കുറക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അതിലുണ്ട്. ഇങ്ങനെ ഉള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെല്ലാം വെച്ചുകൊണ്ട് കേരളത്തിലെ SCERT തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഒരു കമ്മിറ്റിയെ വെച്ചുകൊണ്ട് അതിന്റെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഈ ക്രോഡീകരിച്ച നിർദ്ദേശങ്ങൾ വൈകാതെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിക്കും. 2031 നമ്മുടെ വിദ്യാലയങ്ങളിൽ എത്തുന്ന എല്ലാ കുട്ടികളും അവരുടെ വാസനക്കനുസരിച്ച് ഏതെങ്കിലും ഒരു കായിക മേഖലയിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഉയർന്നു വന്നത്. ലോകത്താകമാനം തന്നെ നമ്മുടെ മേഖലയാകെ തന്നെ ക്രിയേറ്റീവ് ഇക്കോണമി എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ വലിയ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും കലാ കായിക മേഖലകളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ സ്കൂളിലുള്ള കലാ കായിക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിപ്പോ LP തലത്തിൽ ഹെൽത്തി കിഡ്സ് എന്ന് പറയുന്ന പ്രത്യേക പദ്ധതി ആരംഭിച്ചത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉള്ള കുട്ടികൾക്ക് വേണ്ടി പുതുതായിട്ട് നമ്മൾ ആവിഷ്കരിച്ച നമ്മുടെ ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിന്റെ പാഠപുസ്തകങ്ങളും ആദ്യമായിട്ട് നമ്മൾ കലാ മേഖലയിൽ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പുതുതായി നിർമ്മിച്ച് അത് അച്ചടിച്ച് കുട്ടികളുടെ കൈകളിൽ എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും കേരളത്തിലുണ്ടായി. ഇങ്ങനെ കുട്ടികളുടെ സമഗ്രമായ പുരോഗതിയും വികാസവുമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളും നിർദ്ദേശങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ നിലപാടിനെ സ്വാഗതം ചെയ്ത് പ്രതികരിക്കുന്നു അധ്യാപക സംഘടനയായ KSTAയുടെ സംസ്ഥാന പ്രസിഡന്റ് D. സുധീഷ് മാസ്റ്റർ. വിദ്യാർത്ഥികളുടെ സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കുക എന്ന ആശയം കുറെ നാളായി നമ്മുടെ മേഖലയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അതിന്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട ചില നടപടികൾ കേരളത്തിലെ ഗവൺമെന്റ് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാഠപുസ്തകങ്ങൾ 2 ഭാഗങ്ങളായാണ് വിതരണം ചെയ്യുന്നത്. അത് സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ളതാണ്.
തീർച്ചയായിട്ടും ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലും സംഘടനാ പ്രവർത്തകൻ എന്നുള്ള രീതിയിലും ഈ പ്രവർത്തനത്തെ നമ്മൾ സ്വാഗതം ചെയ്യണം. മാത്രമല്ല, വർക്ക് ബുക്കുകൾ സ്കൂളിൽ തന്നെ സൂക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ വിവിധ വിഷയങ്ങളുടെ വർക്ക് ബുക്കുകൾ കുട്ടികൾ വീട്ടിലോട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാണ്ടാത്ത രീതിയിൽ സ്കൂളിൽ തന്നെ സൂക്ഷിക്കാൻ കഴിയുമോ പരിശോധിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ നിർദ്ദേശത്തെ പൊതുവെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വന്ന മറ്റൊരു നിർദ്ദേശമാണ് കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത്. അതും സത്യത്തിൽ സ്വാഗതാർഹമാണ്. ഒരു 2030 എല്ലാ കുട്ടികളും ഏതെങ്കിലും കായിക വിഭാഗത്തിന്റെ ഭാഗമാകുക എന്നുള്ളത്. അപ്പൊ അതിന് കുറച്ച് മുന്നൊരുക്കങ്ങളുടെ കാര്യമുണ്ട്. എല്ലാ വിദ്യാലയങ്ങളിലും കായിക അധ്യാപകരുടെ സാന്നിധ്യം ഉറപ്പാക്കണം. അങ്ങനെ കായിക അധ്യാപകരുടെ സഹായത്തോടുകൂടി നമുക്ക് അതും കൈവരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും 2 നിർദ്ദേശങ്ങളെയും സ്വാഗതം ചെയ്യാം. എലത്തൂർ CMC ഗേൾസ് ഹൈസ്കൂൾ അധ്യാപകനും രക്ഷിതാവുമായ നരിക്കുനി സ്വദേശി വിഭൂതി കൃഷ്ണൻ. കേരളത്തിലെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളുടെ ഭാരം അല്ലെങ്കിൽ സ്കൂൾ ബാഗിന്റെ ഭാരവുമായി ബന്ധപ്പെട്ട് വളരെ കാലങ്ങളായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അത് ഒന്നുകൂടി ലൈം ലൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. എന്റെ വ്യക്തിപരമായ ഒരു ഉദാഹരണത്തിൽ നിന്ന് പൊതുവായ വിഷയത്തിലേക്ക് വരാം. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മകളുടെ ബാഗ് ഒന്ന് തോളിലേറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ വലിയ ഭാരം തോന്നാണ്. ഏതാണ്ട് 5-6 കിലോ വെയിറ്റ് ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മകളുടെ ബാഗിന് ഭാരം തോന്നാണ്. അപ്പൊ എനിക്ക് ഒരു ദിവസം അത് എടുത്തപ്പോൾ പ്രയാസം തോന്നിയത് എല്ലാ ദിവസവും എന്റെ മകള് ഈ ഭാരവും പേറിക്കൊണ്ടാണ് ഈ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പൊ അത് കേവലം എന്റെ മകളുടെ മാത്രം ഒരു പ്രശ്നമല്ല, കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ്. ഇത് പലപ്പോഴും ലോങ് ടേമിൽ അവരുടെ ആരോഗ്യത്തെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നങ്ങൾ സർക്കാർ തലത്തിലെ കമ്മീഷനായിട്ടും ഒരുപാട് മിഷനുകളായിട്ടും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമാണ് നമ്മൾ ഈ പാഠപുസ്തകങ്ങൾ 2-3 ഭാഗമായിട്ട് തിരിക്കുന്ന നടപടികളൊക്കെ ഉണ്ടായത്. പക്ഷേ ഫലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷം കഴിയുന്തോറും ഈ കുട്ടികളുടെ സ്കൂൾ ബാഗിന്റെ ഭാരം വർദ്ധിച്ചു വരികയാണ്. ഇത് നമ്മുടെ വിദ്യാഭ്യാസ അധികൃതരും സ്കൂളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടുന്ന പ്രശ്നമാണ്. കാരണം കുട്ടികൾ പലപ്പോഴും അവർക്ക് ഇതിനോട് പ്രതികരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ അതിൽ മുൻകൈ എടുക്കേണ്ടത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന സമൂഹം തന്നെയാണ്. അതിൽ പ്രായോഗികമായിട്ട് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടൈം ടേബിൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു 8 പീരീഡാണ് ഒരു ദിവസം ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുക. അപ്പൊ 8 പീരീഡും 8 വിഷയങ്ങൾ വരുന്ന സമയത്ത് അത്രയും പാഠപുസ്തകവും അതിന്റെ നോട്ട് പുസ്തകവും കുട്ടി ചുമക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇതിലൊരു ക്രമീകരണം വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴുള്ള സ്കൂൾ ബാഗിന്റെ ഭാരത്തെ നമുക്ക് നേരെ പകുതിയായിട്ട് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ തന്നെ സൂക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നതാണ്. കുറെ സ്കൂളുകളൊക്കെ അതിൽ നല്ല മാതൃക കൈവരിച്ചിട്ടുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് അലമാരകളും പോലെയുള്ള സൗകര്യങ്ങൾ ക്ലാസ് മുറികളിൽ ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ കുട്ടികൾക്ക് ഈ പുസ്തകങ്ങൾ സ്കൂളിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് നമ്മളിന്ന് ഒരു ഡിജിറ്റൽ ലോകത്തിലേക്ക് കൂടെ കടന്നിരിക്കുകയാണ്. സ്കൂളുകളൊക്കെ സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് മുറികൾ ഹൈടെക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം ഡിജിറ്റൽ സാധ്യതകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് പാഠപുസ്തകങ്ങൾ സമ്മതിക്കാൻ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും കുട്ടി ഈ വീട്ടിൽ നിന്ന് പാഠപുസ്തകങ്ങൾ സ്കൂളിലേക്ക് ചുമക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് വിശദമായ ചർച്ചകൾ സർക്കാർ തലത്തിലും മറ്റ് സംഘടനാ തലത്തിലും വിദ്യാർത്ഥികളുടെ ഇടയിലും രക്ഷിതാക്കളുടെ ഇടയിലും ഒക്കെ നടക്കേണ്ടത്. അതോടൊപ്പം തന്നെ പ്രധാനമാണ് കുട്ടികൾക്ക് നൽകേണ്ടുന്ന കലാകായിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് സ്കൂളുകളിലൊക്കെ കലാകായികത്തിന് അധ്യാപകരുണ്ട്. പക്ഷെ അത് നമ്മളെ കുട്ടികൾക്ക് ആവശ്യമായ രൂപത്തിൽ വേണ്ടത്ര എല്ലാ സ്കൂളുകളിലും എത്തുന്നില്ല. 2-3 സ്കൂളുകൾ പൂളായിട്ടാണ് ഒരു അധ്യാപനം ഉപയോഗിക്കുന്ന രൂപത്തിൽ നീങ്ങുന്നത്. നമ്മളെ കായിക മേഖലയിലായാലും കലാമേഖലയായാലും അതിൽ താല്പര്യമുള്ള കുട്ടികളെ മാത്രം ട്രെയിൻ ചെയ്യുന്ന രൂപത്തിലേക്ക് ചുരുങ്ങി പോകുന്നുണ്ട്. എന്നാൽ അതേസമയം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും കായികമായിട്ടുള്ള അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള ഒരു പരിശീലനവും ഒരു ഇന്ററാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവരുടെ പഠനത്തെ കൂടിയും അവരുടെ മാനസിക നിലയെ കൂടി മെച്ചപ്പെടുത്തുന്ന രൂപത്തിലേക്ക് വരും. ആ രൂപത്തിലേക്ക് കൂടുതൽ കലാകായിക അധ്യാപകരെ നിയമിക്കുകയും എല്ലാ കുട്ടികൾക്കും ഇത്തരത്തിലുള്ള പരിശീലനങ്ങളും അതുവഴി അവരുടെ ഒരു മാനസിക സന്തോഷം കൂടി വർദ്ധിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇടപെടാൻ വിദ്യാഭ്യാസ വകുപ്പ് മുൻകൈ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം സമൂഹത്തിന്റെയും രക്ഷിതാക്കളുടെയും പിന്തുണ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും അതിലേക്കുള്ള നല്ല പ്രയത്നങ്ങൾ വകുപ്പിന്റെ ഭാഗത്തുകൂടി വരുന്നു എന്നുള്ളത് രക്ഷിതാവ് എന്നുള്ള നിലയ്ക്കും അധ്യാപകൻ എന്നുള്ള നിലയ്ക്കും ഞാൻ വളരെ സന്തോഷത്തോടുകൂടി നോക്കിക്കാണാണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ദുരിതങ്ങളിലൊന്നാണ് ഭാരമേറിയ ബാഗുകളുമായി സ്കൂളുകളിലേക്കും തിരിച്ച് വീടുകളിലേക്കുമുള്ള യാത്രകൾ. അഭിപ്രായ പ്രകടനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അപ്പുറം കാര്യമായ മാറ്റം ഈ വിഷയത്തിൽ കൊണ്ടുവരാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് ദൗർഭാഗ്യകരം തന്നെയാണ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഏറെ നാളായി ഈ വിഷയത്തിൽ നടത്തുന്ന ഇടപെടലുകൾക്ക് ഒടുവിൽ അധികം വൈകാതെ തന്നെ സ്കൂൾ ബാഗുകളുടെ അമിതഭാരത്തിന്റെ വേദനയിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് ഒരു മോചനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം കലാകായിക മേഖലകളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകാനുള്ള ക്രിയാത്മക നിർദ്ദേശത്തെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ.
ശ്രദ്ധ.